ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹെയർ ഫോളിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ കുറേ മിസ്റ്റേക്സുകൾ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും നിങ്ങൾ ആ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഞാനത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയെങ്കിലും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു മിസ്റ്റേക്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ മുടി കൊഴിയുന്നതിൻ്റെ ആ ഒരു അളവ് എന്തായാലും കുറയ്ക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെയർ ഫോളിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാഷ് ചെയ്യാൻ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ഹെയർ കോംബ് ചെയ്തിട്ട് പോകണം. അങ്ങനെ കോംബ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ കുറയുന്ന ആ ഒരു ചാൻസ് കുറയും. പിന്നെ ഇതിന് വേറൊരു യൂസ് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ കോംബ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളുടെ തലയിൽ ഓൾറെഡി ചില മുടികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വിട്ട് വിട്ട് ഇരിക്കുന്നതുണ്ടായിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കുറേ മുടി ഇങ്ങനെ വരത്തില്ലേ. അപ്പോൾ നമ്മളത് കോംബ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഷവർ ചെയ്യുമ്പോൾ ബാത്റൂമിലോട്ട് പോകുന്ന ആ ഒരു മുടിയുടെ ആ ഒരു അളവ് കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ആ മുടി എല്ലാം കൂടി ഇങ്ങനെ പോയിട്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ നമ്മൾ പോയത് അവിടെ നിന്ന് എടുക്കണ്ടായോ. അതിലും നല്ലതാണ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പേ അപ്പം നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഇരിക്കുന്ന മുടിയൊക്കെ കളഞ്ഞ് നല്ല ചെടയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ പോയി ഷവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം നിങ്ങൾ കുളിക്കുമ്പം ഇനി നിങ്ങൾ കോംബ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷവർ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടീഷണർ സ്കിപ്പ് ചെയ്യരുത്. കണ്ടീഷണർ നമ്മൾ ഓയിലി സ്കാൽപ്പൊക്കെ ഉള്ളവർ കണ്ടീഷണർ യൂസ് ചെയ്യാതൊക്കെ പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ യൂസ് ചെയ്താൽ നിങ്ങൾക്കറിയാം, നമ്മുടെ മുടി ഭയങ്കര ഫിക്സ് ആയിട്ട് കിടക്കുകയാണെങ്കിലും ഇങ്ങനെ പറന്നൊക്കെ കിടക്കുകയാണെങ്കിലും അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിടക്കാൻ നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ കിടക്കും നമ്മുടെ മുടിക്ക്. അപ്പം കണ്ടീഷണർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, നമുക്ക് നമ്മുടെ മുടി സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കണ്ടീഷണർ നിങ്ങൾ ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. അത് നോട്ട് ചെയ്യുക. കാരണം കണ്ടീഷണർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ അത് ഭയങ്കര കെമിക്കലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ ഫോള് ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഈ മുടിയിൽ മാത്രമേ കണ്ടീഷണർ അപ്ലൈ ചെയ്യാവുള്ളൂ. പക്ഷെ കണ്ടീഷണർ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത്. അത് നമ്മുടെ മുടി നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടിരിക്കുക നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിപ്പം ഏത് കണ്ടീഷണർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ വേറൊരു ഷാമ്പു എടുത്തിട്ട് നിങ്ങളിപ്പം വേറൊരു ബ്രാൻഡിന്റെ കണ്ടീഷണർ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം മിക്ക കണ്ടീഷണറിലും സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരിക്കും. 1, 2, 3 ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറത്തുള്ളൂ. അപ്പം നമ്മൾ കണ്ടീഷണർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പിൽ യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, എപ്പോഴും ഷാമ്പു നിങ്ങൾ ഡയലൂട്ട് ചെയ്തിട്ട് ഷാമ്പു യൂസ് ചെയ്യത്തുള്ളായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഡയറക്റ്റ് ഷാമ്പു എടുത്ത് ആരും സ്കാൽപ്പിൽ തേക്കുന്നവരുണ്ടായിരിക്കത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഷാമ്പു ഒരിക്കലും നമ്മളുടെ മുടിയിലോട്ട് തേക്കരുത്. അപ്പം ഷാമ്പു നമ്മുടെ മുടിയിൽ തേക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഷാമ്പു യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡേർട്ട്, പൊല്യൂഷൻസ്, അങ്ങനെ ഓയിലൊക്കെ ഇല്ലേ, എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ഷാമ്പു നമ്മുടെ മുടിയിലോട്ട്, ഒന്നാമത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും കുറച്ചൊക്കെ നമ്മുടെ മുടിയിലായിട്ട് വന്നിട്ട് നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ പോകും. അപ്പം നമ്മൾ മുടിയിലിട്ട് അപ്ലൈ ചെയ്താൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. സോ നിങ്ങൾ എപ്പോഴും ഷാമ്പു സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതും ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് വേണം. അല്ല ഇടയ്ക്ക് ഇട്ടിട്ട് ഇനിയും വേണം അങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഷാമ്പു. അപ്പം നിങ്ങൾ ഷാമ്പു സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, നനഞ്ഞ മുടി കോംബ് ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ നനഞ്ഞ മുടി പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും അത് കോംബ് ചെയ്യരുത്. കാരണം നനഞ്ഞ മുടി എപ്പോൾ നമ്മൾ കോംബ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നനഞ്ഞ മുടി കോംബ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഞാൻ മിക്കപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നിങ്ങളാരും ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല, ഞാൻ ചെയ്യും. പക്ഷേ അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുക. മുടി ഒരിക്കലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സോ നിങ്ങൾ ചൂടുവെള്ളത്തിൽ മാക്സിമം കുളിക്കാതിരിക്കുക. അതായത് പ്രത്യേകിച്ച് നൈറ്റൊക്കെ കുളിക്കുന്നവർ, അവർക്ക് രാത്രി ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. എനിക്കൊക്കെ ഭയങ്കര തണുപ്പ് തോന്നും. അപ്പം നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള ടെൻഡൻസി കൂടും. സോ എന്നാലും നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. നിങ്ങൾ കുളിച്ചില്ലെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചിലരൊക്കെ കണ്ടീഷണർ കുറച്ചൊക്കെ തലയിൽ തന്നെ വെക്കും. ഞാൻ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ മുടിയിൽ തന്നെ ഇങ്ങനെ വെക്കും. അതപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ചൊക്കെ നമ്മുടെ മുടിയിലിരിക്കും. നമുക്ക് തോന്നും മുടി കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. അതായത് ഫുള്ള് കഴുകി കളയും. എന്നാലും നമുക്കറിയാം കുറച്ചുകൂടെ പോകാനുണ്ടെന്ന്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ തലമുടിയിലങ്ങ് വെക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ വെച്ചോ, കുഴപ്പമില്ല. ഞാനങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ വെക്കുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല നമ്മുടെ മുടിക്ക്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുളിച്ചതിന് ശേഷം ഒരിക്കലും മുടി ടവല് കൊണ്ടിട്ട് നമ്മളിങ്ങനെ അമർത്തി തുടയ്ക്കരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാനത് ചെയ്യത്തില്ല കേട്ടോ. അത് ഞാൻ അറിഞ്ഞതിന് ശേഷം, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ മുടി ഒരിക്കലും നമ്മളിങ്ങനെ അമർത്തരുത്. നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ കോമ്പ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച്, നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ഇട്ട് തിരുമുന്നത്, തല തോർത്താൻ ഇങ്ങനെ തിരുമുന്നത്, അപ്പം അതിൻ്റെ ഇരട്ടി എഫക്റ്റ് വരുന്നുണ്ട് നമ്മുടെ മുടിയും. അപ്പോൾ നമുക്ക് മുടി പെട്ടെന്ന് കൊഴിയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ ഗേൾസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുടി ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മുടി മാത്രം ഇങ്ങനെ വലിക്കാതെ ഇങ്ങനെ പിരിയണം. ആണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യുവാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഇട്ട് ചെയ്യരുത്. പക്ഷെ ബോയ്സ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ നോക്കുക, വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ഇങ്ങനെ ചെറുതായിട്ട് വല്ലതും നിങ്ങളിങ്ങനെ ഒത്തിരി ഫോഴ്സ് കൊടുക്കാതെ ചെയ്യാതിരിക്കാം. അത് നമ്മളൊക്കെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുക്കലൊക്കെ പറയാം, ഇങ്ങനെ ചെയ്യരുത്, മുടി നന്നായിട്ട് കൊഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങൾ എപ്പോഴും മുടി കോമ്പ് ചെയ്യുമ്പോൾ നല്ല വൈഡായിട്ട് ടീത്തുള്ള കോമ്പ് യൂസ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ കോമ്പ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കോമ്പ് യൂസ് ചെയ്തിട്ട് ഇതായിരിക്കും ബെസ്റ്റ്. നിങ്ങളുടെ മുടി ചെട കളയാനും കോമ്പ് ചെയ്യാനും ഒക്കെ ബെസ്റ്റായി. അപ്പോൾ ഇതുപോലെ വൈഡായിട്ടിരിക്കുന്ന കോമ്പ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഗായ്സ്, ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് ടിപ്സ്, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മിസ്റ്റേക്കായിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ, ഈ മിസ്റ്റേക്സ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഉറപ്പായിട്ടും കൊഴിയുന്നതിൻ്റെ ഒരളവ് കുറയും. അത് ഡെഫിനറ്റ്ലി ഷുവറാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.